നമസ്കാരം. ഇന്ന് നമ്മുടെ VMTV ന്യൂസിന്റെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീ CP സുഗതനാണ്. അദ്ദേഹം ഭാരതീയ വിചാര കേന്ദ്രത്തിലെ വളരെ കാലം പ്രവർത്തിച്ചിരുന്നു. അടിസ്ഥാനപരമായിട്ട് ഒരു സ്വയം സേവകനാണ്. ഇന്നും സ്വന്തമായിട്ട് ശാഖ നടത്തുകയും പങ്കെടുക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഹിന്ദു പാർലമെന്റ് എന്ന് പറയുന്ന 101ഓളം ഹിന്ദു സമുദായ സംഘടനകളുടെ ഒരു ഏകോപന സമിതിയായ ഹിന്ദു പാർലമെന്റിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സ്വാഗതം. 2016 അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞു. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു കഴിഞ്ഞു പോയത്. തോറ്റിരുന്നെങ്കിൽ BJPയുടെ ചെയർമാൻ ഉൾപ്പെടെ പലരും ടീം തന്നെ മാറുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ ഇലക്ഷൻ തുടങ്ങുന്നത് തന്നെ. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു ശ്രദ്ധേയമായ ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞു. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം സാധിച്ചില്ല. അത് 2 അക്കമായിരുന്നു പലരും പ്രതീക്ഷിച്ചിരുന്നത്. അതിലേക്ക് BJPക്ക് എത്താൻ പറ്റിയില്ല. അതിന്റെ കാരണങ്ങൾ ഒരു സ്വയം സേവകൻ എന്നുള്ള രീതിയിൽ അടിസ്ഥാനപരമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്കും ഇപ്പോഴും ശാഖ നടത്തുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കളുടെ അനാലിസിസ് എന്താണ്? എൻ്റെ അനാലിസിസ് എന്ന് പറയുമ്പോഴേ, ഞാൻ പലപ്പോഴും സത്യം തുറന്നു പറയുന്ന ആളാണ്. എനിക്കിപ്പോൾ ആരെയും സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ വേറൊരാളുടെ ഫേവർ നേടാനോ ഒരു ആവശ്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം കേരളത്തിലേക്ക് തുടങ്ങുന്നതാണ്. അപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ പരമേശ്വരജിയുടെ കൂടെ ഞാൻ 22 വർഷം വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എപ്പോഴും നമ്മൾ സത്യം പറയാൻ ശീലിക്കണം, പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസ് ആയിരിക്കണം. അതായത് നമ്മൾ സത്യത്തെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എല്ലാ കാര്യങ്ങളും കണ്ടെത്താൻ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ഷനിലും സത്യസന്ധമായിട്ടൊരു ഒരു നമ്മളൊരു അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ BJP നേതൃത്വം രാജീവ് ചന്ദ്രശേഖർജി അതുകൊണക്ക് അവർ പറയുന്ന ലെവലിലേക്കുള്ള ഒരു വിജയമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. പക്ഷെ നമ്മൾ വെൽക്കം ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് അസംബ്ലിയിൽ 3 താമര വിരിഞ്ഞു. ആ താമര വിരിയിച്ച ആള് 3 പേരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. വ്യക്തിപരമായിട്ട് അവരെ പറ്റി നമുക്ക് നല്ല അഭിപ്രായമുള്ളവരാണ്. അവരൊരു 30 പേരുടെ ഒരു എഫക്റ്റ് അവർ ചെയ്യും എന്നുള്ളത് ഇതാണ്. പക്ഷെ നമ്മൾ ഇലക്ഷനിലുള്ള റിസൾട്ടിനെ പറ്റി പറയുമ്പോഴേ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ലെവലിലേക്ക്, അതൊരു പരാജയത്തിലേക്ക് കൊണ്ടു എത്തിച്ചത് രാജീവ് ചന്ദ്രശേഖറിന്റെ കേരളത്തിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള വിവരമില്ലായ്മയാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏതോ ഒരു വിവരമില്ലാത്ത ഗ്യാങ് അദ്ദേഹത്തെ മിസ്ഗൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ബോധ്യമാണ്. അതെല്ലാവർക്കും അറിയാം ഇപ്പം ആരാണ് മിസ്ഗൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അതിനെപ്പറ്റിയൊന്നും ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ടു ദി ഡീറ്റെയിൽസ്. അപ്പൊ പ്രശ്നം പറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചന്ദ്രശേഖർജി വന്നു കഴിഞ്ഞപ്പോഴേ ഞാൻ ഏതോ ഒരു ചാനൽ ചർച്ചയിലും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, താങ്കൾ ഇത് വായിച്ചാണ്. അതായത് അദ്ദേഹം ഒരു പ്രൊഫഷണലാണ്, പ്രൊഫഷണലിസത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ കേരള BJP നന്നാവും, അല്ലാതെ ഗ്രൂപ്പിസം ഇല്ലാതാകണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെയും എല്ലാം കൂടെ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു വരവാണ് അദ്ദേഹത്തിന്റെ വന്നിരുന്നത്. എല്ലാവരും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ കൂട്ട് തന്നെ അദ്ദേഹം ഗ്രൂപ്പിസത്തെ ഇല്ലാതാക്കി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ട് നടത്താനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായി. പക്ഷെ ആ കഴിവിനുള്ളിലും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നവര് പല കുഴപ്പങ്ങളും അദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടിരുന്നു. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, വളരെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ശോഭാ സുരേന്ദ്രന് വട്ടിയൂർക്കാവില് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമായിരുന്നു. കാരണം വട്ടിയൂർക്കാവിൽ ഒരു ഷുവർ സീറ്റ് കിട്ടും. ഇത് തന്നെയല്ല, നമ്മുടെ ഒരു പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. ശോഭാ സുരേന്ദ്രൻ നിസ്സാര വോട്ടിനാണ് അവിടെ തോറ്റത്. അത് കുമ്മനം രാജശേഖരൻ കവർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ കുമ്മനം രാജശേഖരൻ നിന്ന് തോറ്റതിന്റെ കാരണവും അറിയാമല്ലോ. 5000 ഞാനുണ്ടായിരുന്നു. 5000 താഴെ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അതിൽ അത് ചില പോക്കറ്റുകളിൽ നമ്മൾ വർക്ക് ചെയ്യുന്നെങ്കിൽ 5000 വോട്ടും വരെ. അല്ല, 2016 അതൊരു വിഷയം. 2016 കുമ്മനം ചേട്ടൻ അവിടെ ജയിക്കണ്ടായിരുന്നു വട്ടിയൂർക്കാവ്. പക്ഷെ വിഷയം എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിച്ചിരുന്ന്, ഞാൻ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്നു, വെള്ളാപ്പള്ളി സാറ് ചെയർമാൻ ആയിട്ടിരുന്നു, ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ജാതി രാഷ്ട്രീയം വേണ്ട എന്നുള്ള സംഘപരിവാറിന്റെയും സമുദായ സംഘടനകളുടെ ഒരു തീരുമാനത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഈ
ഹിന്ദു ഐക്യം എന്റെ വഴിയേ വരാവൂ എന്നുള്ള ഒരു പ്രത്യേക ചിന്താഗതി വെച്ചിട്ട് വെള്ളാപ്പള്ളി സാറിനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് അമിത്ഷാജിയുടെ അടുത്ത് പോയിട്ട് SNDPക്ക് വേണ്ടി ഒരു പാർട്ടി ഉണ്ടാക്കി, BDJS ഉണ്ടാക്കി. അത് ഏറ്റവും വലിയ തെറ്റാണ്. BJP ലോകത്തിലെവിടെയെങ്കിലും കേട്ടിട്ടുണ്ട് ഒരു ദേശീയ പാർട്ടി ഒരു സമുദായത്തെ വിളിച്ചുകൊണ്ട് പോയി ഒരു സമുദായ പാർട്ടി, ഒരു ഈഴവ പാർട്ടി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും കൂടി ഒന്നിച്ച് അന്ന് കുമ്മനം രാജശേഖരൻ ചേട്ടന് എതിരായിട്ട് വട്ടിയൂർക്കാവിൽ പ്രവർത്തിച്ചു. ഞാനും അവിടെ പോയിരുന്നു. കാരണം ഇതിനൊക്കെ ഒരു ശിക്ഷ കിട്ടണമല്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ തുറന്നു പറയുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അങ്ങനെ സംഘപരിവാറിന്റെ ഐക്യത്തെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഐക്യത്തെ ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി BDJS എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി നായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ റെപ്രസെന്റേഷൻ ഇല്ലായിരുന്നു എങ്കിൽ പോലും അങ്ങനെയാണെന്ന് വരുത്തി തീർത്ത 2016 ഇലക്ഷനിലെ ബാക്കിയുള്ള എല്ലാ സമുദായങ്ങളും കൂടെ ചേർന്നിട്ട് ഉമ്മനഞ്ചാട്ടൻ ഉൾപ്പെടെ എല്ലാവരെയും പരാജയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ അന്ന് തന്നെ BJPക്ക് 7 MLA-മാരുണ്ടായിരുന്നു 2016. അത് ഇവരുടെ മണ്ടത്തരം കൊണ്ട് പറ്റിയതാണ്. പക്ഷെ വട്ടിയൂർക്കാവിലെ ശോഭാ സുരേന്ദ്രന് ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ശോഭാ സുരേന്ദ്രനെ പാലക്കാട് കൊണ്ട് നിർത്തി. അപ്പൊ അതൊക്കെ ചന്ദ്രശേഖർജിയുടെ മോളിലും പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഡിക്ലെയർ ചെയ്തതിനു ശേഷം കൊണ്ട് നിർത്തി. അപ്പൊ ചന്ദ്രശേഖർജി ഒറ്റയ്ക്കല്ല തീരുമാനമെടുത്തത്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു ഫോക്കസ് ആണ് ഈ തീരുമാനമൊക്കെ എടുക്കാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതോടുകൂടിയിട്ടാണ് ഞങ്ങൾ ഹിന്ദു പാർലമെന്റ് പറഞ്ഞത് യാതൊരു കാരണവശാലും ശ്രീലേഖ IPSനെ പോലുള്ള ഒരാള് ഒരു സംഘപരിവാറിന്റെ ഐക്യനാകത്തില്ല. സംഘപരിവാറിന്റെ ഐക്യനാകണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നവ്യ ഹരിദാസിനെ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെപ്യൂട്ടി മേയറെ ആക്കാം. അതായത് സംഘപരിവാറിനെ എതിർത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ എനിക്ക് അനുഭവം ഉണ്ടല്ലോ. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങൾ, ആറ്റുകാലിലെ വിഷയങ്ങളെ പണ്ട് ABVP പ്രവർത്തകരെ അവരുടെ പിള്ളേരുടെ ജീവിതം നശിപ്പിച്ച ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുമെന്ന് പറഞ്ഞാണ്. കാരണം ABVP-ക്കാരെ ഞാൻ റിലീസ് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും. അപ്പൊ സംഘപരിവാർ RSS ഒരു വൃത്തികെട്ട ഒരു വർഗീയതയാണെന്ന് പറഞ്ഞ് നടന്നപ്പോൾ സർവീസിൽ ഇരുന്നപ്പോ പറഞ്ഞ ഒരു സ്ത്രീയെ, ഒരു ഉദ്യോഗസ്ഥയെ നമ്മൾ പെട്ടെന്ന് സംഘപരിവാറിന്റെ ഐക്യനാക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു മോഡൽസ് ഒരു വ്യക്തിയാക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ശ്രീലേഖ എന്താ വിളിച്ചത്? പക്ഷെ വട്ടിയൂർക്കാവിലെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് പറഞ്ഞു. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹം ശ്രീലേഖ IPS ജയിച്ചിരുന്നുവെങ്കിൽ കോർപ്പറേഷനിൽ ഉള്ള ഭൂരിപക്ഷം വീണ്ടും നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു കോൺസിക്വൻസിൽ കൂടെ അതിലൂടെ വരുന്നുണ്ട്. അല്ല, ഇപ്പൊ ശ്രീലേഖ സർവീസിൽ ഇരിക്കുമ്പോ സംഘപരിവാറിന് എതിരായിരുന്നു. പോട്ടെ, നമ്മൾ ഇനി സംഘപരിവാറിന് എതിരായിട്ടുള്ള എല്ലാവരും എല്ലാ കാലത്തും എതിരായി നിൽക്കണമെന്ന് നമ്മൾ പറയത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്ററൽ എൻട്രി വേണം. നമ്മൾ പ്രവർത്തകർ മാത്രം പോരാല്ലോ, വെളിയിലുള്ളവരും വന്ന് ഇതുമായിട്ടൊക്കെ ജോയിൻ ചെയ്യണം, അർഹിക്കുന്ന സ്ഥാനം കൊടുക്കണം. പക്ഷെ അവരെ നമ്മുടെ എല്ലാം മറ്റുള്ള പ്രവർത്തകരുടെ മുകളിൽ എത്തിയിട്ട് അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി സ്ഥാനം കൊടുക്കുമ്പോഴാണ് ഈ അടിയിലുള്ള പ്രവർത്തകർക്ക് കുഴപ്പമുണ്ടാകുന്നത്. ശ്രീലേഖയ്ക്ക് അങ്ങനെ ഒരു പരിഗണന കൊടുത്തുപോയോ എന്നൊരു തോന്നല് ബാക്കിയുള്ളവർക്കുണ്ടായി. അതിൽ നിന്ന് അപ്പൊ നമ്മൾ തന്നെ താങ്കളോട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, യാതൊരു കാരണവശാലും ശ്രീലേഖയെ വട്ടിയൂർക്കാവില് ഞങ്ങൾ ജയിപ്പിക്കാൻ അനുവദിക്കത്തില്ല. അതിന് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അതൊക്കെ ഞങ്ങൾ രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളിവിടെ പരസ്യം വെച്ചിട്ട് ബോർഡ് വെച്ചിട്ട് ശ്രീലേഖ തോക്കട്ടെ എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സമുദായ സംഘടനകളുടെ പിന്തുണ ഇപ്പോഴും ഉണ്ട് ഹിന്ദു പാർലമെന്റിന്. ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാല് ആര് വിചാരിച്ചാലും ജയിക്കാനും തോക്കാനും ഒക്കെ പറ്റും. ഇപ്പൊ ബാക്കി ഒരാൾക്കെതിരായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചില്ല. ഞങ്ങൾ പ്രവർത്തിച്ചത് ശ്രീലേഖയെ നമ്മള് സംഘപരിവാറിന്റെ RSS നിയന്ത്രിക്കുന്ന ഒരു സംഘപരിവാറിന്റെ ഒരു യോഗ്യത അവർക്കില്ല. അതുകൊണ്ട് നമ്മൾ അവരെ എതിരെ ഇനിയിപ്പോ കോർപ്പറേഷൻ കൗൺസിൽ സ്ഥാനം തന്നെ അവർ തന്നെ ഇരിക്കട്ടെ, അവരവിടുന്ന് പഠിക്കട്ടെ. അവർ തന്നെ കൂടിപ്പോയി, അവരവിടുന്ന് പഠിക്കട്ടെ. അവരെ വ്യക്തിപരമായിട്ടൊന്നും നമ്മൾ മോശക്കാരിയായിട്ടൊന്നും ചിത്രീകരിക്കുന്നില്ല. പക്ഷെ അവർക്ക് നമ്മളുടെ നേതാവാകാനുള്ള യോഗ്യതയില്ല. ഇനി അടുത്തത് താങ്കൾ ചോദിച്ചാൽ അതിനോട് ഞാൻ മറുപടി പറയാം. അതായത് ഈ BJPക്ക് ഇപ്പൊ പറ്റിയതെന്ന് പറയുമ്പോൾ കഴിഞ്ഞാല് BJPക്ക് സ്വന്തം സ്ട്രെങ്തിൽ നിൽക്കാൻ ഇനിയെങ്കിലും പഠിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ചന്ദ്രശേഖർജിക്ക് ഗ്രൗണ്ട് റിയാലിറ്റീസ് ബോധ്യപ്പെടുന്നില്ല.
കേരളത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയാണെന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റുള്ള ഒരു ദേശമാണിതെന്നും ഈ കമ്മ്യൂണിസ്റ്റ് മൈൻഡ് സെറ്റിലാണ് BJPയുടെ പ്രവർത്തകർ പോലും പ്രവർത്തിക്കുന്നതെന്നും ഈ കേരളത്തെ പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതും അദ്ദേഹത്തിന് മനസ്സിലാവാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 2020 എന്ന് പറഞ്ഞ പാർട്ടി, അദ്ദേഹം ഒരു ജെന്റിൽമാനാണ്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. 2 ബിസിനസ്സുകാർ കൂടി 3 ബിസിനസ്സുകാർ കൂടി കേരളം പിടിക്കാമെന്ന് അവരൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ തന്നെ അവർ പരാജയപ്പെട്ടു കഴിഞ്ഞു. അതായത് നമ്മുടെ 2020 പാർട്ടിക്ക് 16 ലക്ഷം പേര് ഓൺലൈനിൽ ഉണ്ടായിരിക്കാം. ഇപ്പൊ കോക്രോച്ച് പാർട്ടി വന്നില്ലേ, കോക്രോച്ച് പാർട്ടിക്ക് 20 കോടി അല്ലെ 200 കോടി ആൾക്കാർ ഓൺലൈനിൽ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറഞ്ഞു 200 കോടി എടുത്തു കഴിഞ്ഞാലും നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. ഈ ഓൺലൈൻ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ നത്തിങ്, വെറുതെ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ മെമ്പർ ആയിപ്പോയെന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ആം ആദ്മിക്ക് പണ്ട് 20 ലക്ഷം പേരുടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 16 ലക്ഷം പേര് ഓൺലൈൻ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ഈ അത് വിശ്വസിച്ചിട്ട് ആ പാർട്ടിക്ക് 19 സീറ്റ് കൊടുത്തു. അത് തൃപ്പൂണിത്തുറ പോലുള്ള സീറ്റുകള്, കൊടുങ്ങല്ലൂർ പോലുള്ള സീറ്റുകള്, കൊടുങ്ങല്ലൂർ നമ്മുടെ B. ഗോപാലകൃഷ്ണൻ 1 വർഷം കൊണ്ട് പ്രവർത്തിച്ചതാണോ? ഏറ്റുമാനൂര് പോലുള്ള സീറ്റുകള്